എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്തോ, ആൻസർ കമന്റ് ചെയ്തോ. എക്സ് ബൈ വൈ ഈക്വൽ ടു 5/6 എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ വില കാണുക. ഇന്ന് 2 മണിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ, എല്ലാരും എത്തുക. ഈ ആഴ്ച യൂട്യൂബ് ക്ലാസ് ഇട്ടില്ല, മൺഡേ മുതൽ കറക്റ്റ് പോവാ കേട്ടോ. പറ്റിയില്ല ഇടാൻ. കമന്റ് ചെയ്തോ. എക്സ് ബൈ വൈ ഈക്വൽ ടു 5/6 എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എത്രയാണ്? അമ്മ വന്നില്ലേ? വന്നല്ലോ. ചെയ്തോ. പ്രോട്ടോ വന്നില്ലേ ഇന്ന്? ഡിങ്കൻ എന്തേ? ഡിങ്കൻ ചാറ്റ് ചെയ്യാൻ മാത്രം വന്നായിരുന്നോ? സി എന്ന് കിട്ടി. അടുത്ത ആള്. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി. ഓക്കെ, ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് ഒന്നുമില്ല. എക്സ് എന്ന് പറയുന്നത് ഇവിടെ 5, വൈ എന്ന് പറയുന്നത് 6 അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എത്രേ? എക്സ് എന്ന് പറയുന്നത് 5 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ബൈ എന്തരും 5 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. നിങ്ങൾ എത്തിയോ? അപ്പൊ എന്ത് കിട്ടി? 5 സ്ക്വയർ 25 പ്ലസ് 36 എത്ര വരും? 61 ബൈ 25 മൈനസ് 36. ആൻസർ എന്ത് കിട്ടി? 11 മൈനസ് 11 ഇല്ലേ? അപ്പൊ ആൻസർ എന്ത് കിട്ടി? മൈനസ് 11 ബൈ 61 അല്ലേ? അല്ല, മൈനസ് 61 ബൈ 11 അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. എല്ലാരും ആ സി അങ്ങ് അടിച്ചെന്താ? ആ മൈനസ് അങ്ങ് കളഞ്ഞു അല്ലേ? രുജിഷ, മൈനസ് എവിടെ പോയി? അമ്മനും രുജിഷയ്ക്കൊക്കെ എക്സ് 6ഓ? അല്ല അമ്മു, എക്സ് ഈക്വൽ ടു 5 അല്ലേ? ഇത് നോക്ക്, എക്സ് ഈക്വൽ ടു 5 വൈ ഈക്വൽ ടു 6 എന്നല്ലേ? ഇത് റേഷ്യോ അല്ലേ? ഇത് എങ്ങനെ എഴുതാ? 6x ഈക്വൽ ടു 5 ആണെങ്കിൽ എക്സ് ബൈ 6 എന്ന് പറയുന്നത് y ബൈ 5 അല്ലേ? എക്സ് എന്താണ്? 6, y 5 ആണ്. അല്ല, തിരിച്ചാണ് കേട്ടോ, തിരിച്ചാണ്. ഇങ്ങനെയല്ല. 6x ഈക്വൽ ടു 5y ആണെങ്കിൽ എന്ത് വരും? x ബൈ y എന്ന് പറഞ്ഞാൽ 6 ബൈ 5 ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതിന്റെ അർത്ഥം എന്താ? ഇത് ഈക്വൽ ടു അല്ലേ കിടക്കുന്നത്? ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതേപോലെ കേട്ടോ. അടുത്തത്, രാഹുൽ അവന്റെ 4 വിഷയങ്ങളുടെ ആകെ മാർക്ക് കണ്ടുപിടിച്ചപ്പോൾ 125 കിട്ടി. എന്നാൽ ഇംഗ്ലീഷിന്റെ മാർക്ക് 41 പകരം 14 അവൻ ചേർത്തിരിക്കുന്നത് എന്ന് അവന്റെ സുഹൃത്ത് കണ്ടുപിടിച്ചു. ഇംഗ്ലീഷിന്റെ യഥാർത്ഥ മാർക്കായ 41 ചേർത്തുവെങ്കിൽ അവന്റെ ആകെ മാർക്ക് എത്രയായിരിക്കും? ചെയ്തോ. കേട്ടോ, പെട്ടെന്ന് കണ്ടുപിടിച്ചോ.
കമന്റ് ചെയ്തോ. സി ആണോ? ആ ഇതെന്താ പറഞ്ഞേക്കുന്നേ? രാഹുല് അവന്റെ 4 വിഷയങ്ങളുടെ ആകെ മാർക്ക് കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി? 125 കിട്ടി ഇല്ലേ? 125 മാർക്ക് കിട്ടി. പുള്ളി എന്താ ചെയ്തേ? എന്നാൽ ഇംഗ്ലീഷിന്റെ മാർക്ക് 41 പകരം പുള്ളി 14 ചേർത്തിരിക്കുന്നത്. ഇംഗ്ലീഷിന്റെ മാർക്ക് പുള്ളിക്ക് എത്രയായിരുന്നു കിട്ടണ്ടേ? 41 ആയിരുന്നു. അതിനു പകരം എത്ര കൂട്ടിയേക്കുന്നത്? 14. 125 പ്ലസ് 41 മൈനസ് എന്ത് ചെയ്തു? 14. ആൻസർ എത്ര കിട്ടി? 152 ഇല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. എല്ലാവർക്കും ഇത് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 3 ആണ്. എക്സ് വൈ എന്ന് പറയുന്നത് 2 ആണ്. എങ്കിൽ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് എത്രയാണ്? ചെയ്തോ? ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുക? രണ്ടുപേര് ചെയ്തു. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 3 ആണ് ഇല്ലേ? എക്സും വൈയും എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പൊ അതിനർത്ഥം രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ 3 ഗുണിക്കുമ്പോൾ 2 എങ്കിൽ എക്സിന്റെയും വൈയുടെയും വില എന്തായിരിക്കും? 1ഉം 2ഉം ആയിരിക്കും അല്ലേ? 1 2 കൂടെ കൂട്ടുമ്പോൾ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് എന്ത് കിട്ടി? 2 ക്യൂബ് മൈനസ് 1 ക്യൂബ്. ആൻസർ എന്ത് കിട്ടി? 8 മൈനസ് 1 7 എന്ന് കിട്ടി. കിട്ടിയോ? ഡിങ്ക ബാക്കി ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് കാണുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. 17.28 divided by x by 3.6 into 0.2 എന്ന് പറയുന്നത് 3 ആണെങ്കിൽ എക്സിന്റെ വില കാണുക. ഇപ്പൊ നമ്മുടെ സുകന്യ കാണുന്നില്ല, പിന്നെ ആരെയാ? ശ്രിബ്ലി, പിന്നെ അജിൻ, കുറെ പേരെ കാണാനില്ല. റെക്കോർഡ് കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് ആദ്യം ഒരു മെയിൽ വന്നിട്ടുണ്ട്. ആ മെയിലിൽ കൂടെ എല്ലാ ക്ലാസ്സും കാണാൻ പറ്റും. റെക്കോർഡ് നോക്കിയാൽ മതി. ഇത് ചെയ്തോ?
ഇതെങ്ങനെയാ? ഇതിനകത്തൊന്നുമില്ല. എന്താ 17.28 ഡിവൈഡ് ബൈ എക്സ് എന്ന് വെച്ചാൽ എന്ത് കിട്ടും? 17.28 ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇതിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3.6 ഇൻറ്റു 3 ഇൻറ്റു 0.2 ഈക്വൽ ആണ്. ഇത്ര എഴുതാലോ. ഓക്കെ, ഇതിനകത്ത് എത്ര സ്ഥാനം മാറ്റിയിട്ടുണ്ട്? 2. ഇതിലും 2. അപ്പൊ നമ്മുടെ പോയിന്റ് എല്ലാം എന്ത് ചെയ്തു? അങ്ങ് പോയി. അപ്പൊ എന്ത് കിട്ടി? 1728 ഈക്വൽ ടു 3 ഇൻറ്റു 36 ഇൻറ്റു 2 എന്ന് കിട്ടി അല്ലേ? അതല്ലേ കിട്ടുക? ബൈ എന്ത് കിട്ടി? എക്സ് എന്ന് കിട്ടി. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1728 ബൈ 3 ഇൻറ്റു 36 ഇൻറ്റു 2 എന്ന് കിട്ടി. അപ്പൊ ഇത് വെട്ടിക്കളഞ്ഞാൽ മതി. ആൻസർ എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. പിടി കിട്ടിയോ? വെട്ടറിഞ്ഞൂടെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് ബൈ 8 മൈനസ് എക്സ് മൈനസ് 4/12 1 ആണെങ്കിൽ എക്സിന്റെ വില കാണുക. എക്സ് ബൈ 8 മൈനസ് എക്സ് മൈനസ് 4/12 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എക്സിന്റെ വില കാണുക. ഇതെന്ത് ചെയ്താ മതി? കിട്ടുന്നുണ്ടോ? അമ്മൂനെ വിളിക്ക എളുപ്പം. അമ്മു, പൊന്നു, ഇതൊക്കെ കൊള്ളാം വിളിക്കാൻ. 16 കിട്ടി. ഒരാൾക്ക് 24 കിട്ടി. ഇനി അടുത്ത ആക്ക് ലെനോവോ. ഒരാൾക്ക് 8 കിട്ടി. നല്ല ആൻസറുകള്. അമ്മൂന് 24 കിട്ടി, ശ്രീകുട്ടിക്ക് 16 കിട്ടി, റിജിഷയ്ക്ക് 8 കിട്ടി. ഇനി ആർക്കെങ്കിലും 10 കിട്ടിയിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഇതെന്ത് ചെയ്താ മതി? ക്രോസ് ചെയ്താ മതി അല്ലേ? എന്ത് കിട്ടി? 12x മൈനസ് 8x. അപ്പൊ ഇത് ക്രോസ് ചെയ്യുമ്പോ എന്ത് കിട്ടി? മൈനസ് 8x മൈനസ് 32 ഇല്ലേ? അപ്പൊ അതെന്താവും? പ്ലസ് 32 ബൈ എന്ത് കിട്ടി? 8 ഇൻറ്റു 12 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ 12x പ്ലസ് 8x എത്രയാണ്? 12x പ്ലസ് 8x 12x മൈനസ് 8x എത്രയാ? 4x പ്ലസ് 32 ഈക്വൽ ടു 12 ഇൻറ്റു 8 എത്രയാ? 96 അല്ലേ? അപ്പൊ എന്ത് കിട്ടി? 4x ഈസ് ഈക്വൽ ടു 96 മൈനസ് 32 എന്ന് കിട്ടി. എന്ത് കിട്ടി? 64 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയാണ്? എക്സ് എന്ന് പറഞ്ഞാൽ 64/4 ആണ്. എത്രയാ കിട്ടുന്നത്? 16 അല്ലേ? അപ്പൊ 16-കാർക്കാണ് ശരി. ക്ലിയർ ആയോ? അപ്പൊ ഈ 8 ഒക്കെ എങ്ങനെ വന്നിരുന്നു? ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ, ആൻസർ എഴുതുക, അത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണമെന്നുണ്ടോ? പ്ലസ് 32 എങ്ങനെയെന്ന് പറയണോ? ഇത് നോക്ക്. 12x മൈനസ് 8 ഇൻറ്റു എക്സ് മൈനസ് 4 എന്നല്ലേ? അപ്പൊ എന്താ? 12x മൈനസ് 8x ഇല്ലേ?
ഇനി ഈ മൈനസും കൂടെ എന്തായി? പ്ലസ് ആയില്ലേ? അതാണ് +32. നിങ്ങൾ ഈ മൈനസിന്റെ പ്രശ്നമായിരുന്നു വന്നത് അല്ലേ അനീഷ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അത് എഴുതി തന്നെ നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, a² + b² എന്ന് പറയുന്നത് 139 ആണ്. ab എന്ന് പറയുന്നത് 15 ആണ്. എങ്കിൽ a+b² a+b യുടെ വില കാണുക. എളുപ്പമാണ്. കിട്ടിയോ? ഇതറിയാമോ? a+b² ഇക്വേഷൻ അറിയാമോ? a+b² a² + 2ab + b² ആണല്ലോ. ഇതില് a² b² എത്രയാണെന്ന് പറയുന്നുണ്ട്? 139. അപ്പൊ 139 പ്ലസ് ab എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 15. 2 × ab എത്ര? 30. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 9, 169 എന്ന് കിട്ടി. കിട്ടിയോ? a+b² എന്ന് പറഞ്ഞാൽ 169 കിട്ടിയോ? കിട്ടി. എങ്കിൽ a+b² a+b അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇവിടുത്തെ ഒരു a+bയും ഇവിടുത്തെ ഒരു a+bയും കൂടെ പോയി. അപ്പൊ എന്ത് കിട്ടി? √169. a+b² എന്ന് പറയുന്നത് 169 ആണെങ്കിൽ a+b എന്ന് പറഞ്ഞാൽ എന്താണ്? √169 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 13 എന്ന് കിട്ടി. കിട്ടിയോ? കിട്ടിയോ? ഓക്കെ. അവസാനത്തെ ഒന്നുകൂടെ പറയണോ? ഇവിടെ കിട്ടിയില്ലേ? a+b² എന്ന് പറഞ്ഞാൽ 169 കിട്ടി ഇല്ലേ? ഇനി നമുക്ക് എന്താ ഉള്ളേ? a+b² a+b ആ. ഇതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ ഒരു a+bയും ഇവിടുത്തെ ഒരു a+bയും കൂടെ പോയി. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് കിട്ടിയത് a+b² ആണ്. എന്ത് കിട്ടിയേ? 169. എങ്കിൽ a+b എന്താണ്? √169 ആണ്. അപ്പൊ എന്ത് കിട്ടി? 13 എന്ന് കിട്ടി. കിട്ടിയില്ലേ? ക്ലിയർ ആയോ? ഇത് ചെയ്തോ. അതെ അതെ, a³ എടുക്കണം. ഇതെന്ത് വരും? a³ - b³ ഫോം ആണ് ഇല്ലേ? a³ - b³ അല്ലേ? ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വന്നു? a²
പ്ലസ് AB പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയല്ലേ വന്നേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇത്ര എഴുതിയതിൽ ഡൗട്ട് ഉണ്ടോ? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോം ആണ് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഫോം. ഇനി എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എന്തെന്ന് എഴുതാം? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഇല്ലേ? ഈക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതും കൂടെ ക്യാൻസൽ ആയി പോവും. ആൻസർ എന്ത് കിട്ടി? എ മൈനസ് ബി എന്ന് കിട്ടി. 340 110 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടി? 230 എന്ന് ആൻസർ കിട്ടി. കിട്ടിയോ? എളുപ്പമല്ലേ? എളുപ്പമാണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. അമ്മു, ഇത് കണ്ടോ? എ ഇൻറ്റു എ ഇൻറ്റു എ ആണ്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എ ക്യൂബ് എന്ന് എഴുതാം. മൈനസ് ഇത് ബി ഇൻറ്റു ബി ഇൻറ്റു ബി ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി ക്യൂബ് എന്ന് എഴുതാം. ബൈ ഇതെന്ത് വന്നു? എ സ്ക്വയർ. അടുത്തത് പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. കണ്ടോ? ഈക്വേഷൻ പഠിച്ചു വെക്കണം. ഇനി എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എന്ത് കിട്ടി? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് വന്നു. ബൈ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതും കൂടെ അങ്ങ് വെട്ടിപ്പോയില്ലേ? അപ്പം എ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 340 മൈനസ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 110. ആൻസർ എന്ത് കിട്ടി? 230. കിട്ടിയോ? കിട്ടിയോ? അടുത്തത് 64 സ്ക്വയർ മൈനസ് 36 സ്ക്വയർ ഈക്വൽ ടു 20x എങ്കിൽ എക്സിന്റെ വില എത്ര? ഇന്ന് 12:30 സാറിന്റെ പ്ലസ് ക്ലാസ് ഉണ്ട് കേട്ടോ, കാണണേ. ഇത് ചെയ്തോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 20x ആണെങ്കിൽ എക്സിന്റെ വില എത്രയാണ്? സുജീഷയ്ക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ആള് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇക്വേഷൻ എന്താണ്? ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇതിനകത്ത് എന്ത് വന്നു? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ്. എന്ന് വെച്ചാൽ എന്ത് കിട്ടി? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ എന്ന് പറയുന്നത് 64 ആണ്, പ്ലസ് 36 ഇൻറ്റു എന്ത് വരും? 64 മൈനസ് 36 എന്ന് വരും. ഇല്ലേ? 64 36 100 ഇൻറ്റു 64 മൈനസ് 36 എത്ര വരും? 22 അല്ലേ?
വരിക? 28. ഓക്കെ 28. അപ്പൊ എന്ത് കിട്ടി? ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 20x എന്ന് കിട്ടി ഇല്ലേ? 20x എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 100 ഇൻറ്റു 28/20. ഇതും കൂടെ വെട്ടിപ്പോകും. ഇതും കൂടെ വെട്ടുമ്പോൾ 14. ആൻസർ എന്ത് കിട്ടി? 140 എന്ന് കിട്ടി. കിട്ടിയോ? 140 കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ അമ്മു, ഡിങ്ക? അതെ, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വേഷൻ ആണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. കണ്ടോ? അപ്പൊ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. 28 ഇൻറ്റു 100. 28 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 20x ആണ് എക്സിന്റെ വില. ഓരോ പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്ക് വീതം കിട്ടുന്നു. ഓരോ തെറ്റുത്തരത്തിനും 2 മാർക്ക് വീതം കുറയുന്നു. 12 ശരിയുത്തരം എഴുതിയ ഗീതയ്ക്ക് 24 മാർക്ക് കിട്ടി. എന്ത് ചാക്കോമാഷ് എന്താ പറഞ്ഞേ? ഗീത എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതിയെങ്കിൽ തെറ്റായ ഉത്തരം എഴുതിയ ചോദ്യങ്ങൾ എത്രേ? അതെയോ? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്ക് വീതം കിട്ടുന്നു കേട്ടോ. ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്ക്. ഓരോ തെറ്റുത്തരത്തിനും 2 മാർക്ക് വീതം കുറയുന്നു. റോങ്ങിന് എന്ത് ചെയ്യാ? 2 മാർക്ക് വീതം കുറയുന്നു. 12 ശരിയുത്തരം എഴുതിയ ഗീതയ്ക്ക് 24 മാർക്ക് കിട്ടി. ഗീത എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയെങ്കിൽ തെറ്റായ ഉത്തരം എഴുതിയ ചോദ്യങ്ങൾ എത്രേ? കണ്ടുപിടിച്ചോ? കിട്ടിയോ? എളുപ്പമില്ലാതെ ഇത് എല്ലാ ശരി ഉത്തരത്തിനും ഓരോ ശരി ഉത്തരത്തിനും ഒരു ഉത്തരത്തിന് 5 മാർക്കാണ്. തെറ്റിനാണെങ്കിൽ 2 മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഗീത എത്ര ശരി ഉത്തരം എഴുതി? 12 എണ്ണം. അപ്പൊ 12 എണ്ണത്തിന് എത്ര മാർക്ക് ഗീതയ്ക്ക് കിട്ടും? നിങ്ങൾ പറഞ്ഞേ. 12 എണ്ണത്തിന് ഗീതയ്ക്ക് എത്ര മാർക്ക് കിട്ടും? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നോക്കാം. ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്ക് വീതം കിട്ടും. അപ്പൊ നമ്മുടെ PSC എക്സാം പോലെ എന്താ? ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക്, മൈനസിന് 0.33 വരത്തില്ലേ? അതേപോലെ ഇവിടെ എന്ത് ചെയ്തു? ഓരോ ശരി ഉത്തരത്തിനും എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക് വീതം കിട്ടുന്നു. ഓരോ തെറ്റുത്തരം, ഇത് ശരി ഉത്തരത്തിനാ. തെറ്റുത്തരത്തിന് എത്ര പോകുന്നു? മൈനസ് മാർക്ക് 2 മാർക്ക്. ഇത്രയും കിട്ടിയോ? ഗീത 12 ശരി ഉത്തരം എഴുതി. ഗീത 12 ശരി ഉത്തരം എഴുതിയെങ്കിൽ എത്ര മാർക്ക് ഗീതയ്ക്ക് കിട്ടും? 12 ശരി ഉത്തരം കിട്ടിയെങ്കിൽ 12 × 5 60 മാർക്ക് കിട്ടും ഇല്ലേ? പക്ഷെ ഗീതയ്ക്ക് എത്ര മാർക്കേ കിട്ടിയിട്ടുള്ളൂ? 24 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എത്ര മാർക്ക്? 36 മാർക്ക് ഇവിടെ മൈനസ് പോയി എന്നല്ലേ? 24 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം 36 മാർക്ക് മൈനസ് പോയി എന്നല്ലേ? ഓക്കെ, അപ്പം ഒരു തെറ്റുത്തരത്തിന് 2 മാർക്കാ അല്ലേ? അങ്ങനെയാണെങ്കിൽ 36 മാർക്ക് പോയെങ്കിൽ എത്ര തെറ്റുത്തരം ഗീത എഴുതി? 18 × 2 അല്ലേ 36. അപ്പൊ എത്ര തെറ്റുത്തരം? 18 എണ്ണം. കിട്ടിയോ?
കിട്ടിയോ? ക്ലിയർ ആണോ? കഴിഞ്ഞു കേട്ടോ, നമ്മുടെ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. ക്ലിയർ ആയോ എല്ലാവർക്കും? സിംപ്ലിഫിക്കേഷൻ എളുപ്പമല്ലേ? ഇത്രയും നാളത്തെ എല്ലാ PYQവും കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, എല്ലാ മോഡലും കഴിഞ്ഞു. ഇത്രയും നാൾ 2005 മുതൽ 19 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും കിട്ടി. ഇല്ല അപ്പൊ ഞാൻ ഇനി നമുക്ക് കുറച്ച് സമയമില്ല, ഞാൻ 1-2 PYQ ഏൽപ്പിക്കട്ടെ, ചുമ്മാ ഇട്ടുതരാം, നിങ്ങൾ ചെയ്തോ. സൺഡേ PYQ ആണേ. നോക്ക്, 14, 21, 16 എന്നീ സംഖ്യകൾ കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? പെട്ടെന്ന് എഴുതോ. 14, 21, 16 എന്നീ സംഖ്യകൾ കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്തേ. പഠിച്ച ക്വസ്റ്റ്യൻ ആണ്, LCM ആണ്. ചെയ്തോ. അത് എനക്കില്ലല്ലോ, പോയോ എല്ലാരും? പെട്ടെന്ന് ചെയ്തോ. പതിനാല്, 21, 36 എന്നീ സംഖ്യകൾ കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന എന്താ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ 336. എന്ത് കണ്ടുപിടിച്ചാ മതി? LCM കണ്ടുപിടിച്ചാ പോരെ? ഒന്നുകിൽ എന്ത് എഴുതിയാ മതി? രണ്ട് മെത്തേഡ് ഉണ്ട്. എന്ത് വരും? 14, 21, 16. ഇതിനകത്ത് സത്യത്തിൽ ഈ 14, 21 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 14 അങ്ങ് വെട്ടിക്കളയാം. പിന്നെ 21 16 എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല. ആൻസർ എന്ത് ചെയ്താൽ മതി? 21 × 16 എന്ത് കിട്ടി? 336. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ് 14, 21, 16 ഇതിനെ കോമൺ ആയിട്ട് 2 എടുക്കാം. 7, 2, 14, 21, 8. ഇനി 7 എടുക്കാം, എന്ത് വരും? 1, 3, 8 അല്ലേ? 8. അപ്പൊ ആൻസർ എന്ത് വരും? 2 × 7 14. 14 × 3 × 8 ആൻസർ എന്ത് കിട്ടി? 336. ഇങ്ങനെ വേണേലും ചെയ്യാം, ഇല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിന് ഇങ്ങനെ വേണേലും ചെയ്യാം. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 5 and 3/4 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും? 5 and 3/4 ഏത് സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ, ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും? ചെയ്തേ. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ 5 and 4/3, ഓപ്ഷൻ ബി 4/15, ഓപ്ഷൻ സി 23/4, ഓപ്ഷൻ ഡി
4/23. ഫൈവ് ആൻഡ് 3/4 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും? അമ്മു ഏതു? എന്ത് ചെയ്താ മതി? 5 and 3/4 നമുക്ക് എങ്ങനെ എഴുതാം? 5 and 3/4. 5 into 4 20. 20 plus 3 23/4 എന്ന് കിട്ടും ഇല്ലേ? 23/4 ഏത് കൊണ്ട് ഗുണിച്ചാലാ 1 കിട്ടുന്നത്? 4/23. അതിന്റെ റെസിപ്രോക്കൽ 23 വെട്ടി 4 വെട്ടി ആൻസർ 1. ആൻസർ എന്ത് കിട്ടി? 4/23. കിട്ടിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ ഏതൊക്കെ ക്ലാസ്? ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ കേട്ടോ. ഇനി ഏതെങ്കിലും കാരണവശാലും മൺഡേയിലോ വെനസ്ഡേയിലോ കൂടെ ക്ലാസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതെടുക്കും, ഈ 3 ദിവസം. ഓക്കെ, അപ്പം ഈ ദിവസങ്ങളിൽ ഞാൻ ക്വസ്റ്റ്യൻ തരും കേട്ടോ. സാറ്റർഡേ തരില്ല. സാറ്റർഡേ നിങ്ങൾക്ക് റിവിഷൻ, ആ സമയത്ത് നമ്മൾ ഒരാഴ്ച പഠിച്ച് റിവിഷൻ ചെയ്യാം സാറ്റർഡേ. ട്യൂസ്ഡേയിലും തേഴ്സ്ഡേയിലും ഇന്നലത്തെ പോലെ PY. ഇന്ന് നമ്മുടെ റോസ് വന്നില്ലേ? റോസ് ഇന്നലെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇട്ടില്ലായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനെ, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. എന്നുവെച്ചാൽ ബോയ്സ് ഈസ് ടു ഗേൾസ് എന്ന് പറയുന്നത് 2:3 ആണ്. ആയാൽ ആകെ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയില്ലാത്തത് ഏത്? ആകെ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയില്ലാത്തത് ഏത്? ഓപ്ഷൻ എ 45, ബി 60, സി എന്ത് വരും 62, ഡി 85. ചെയ്തോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടോ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. എങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസ് ആകാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? ഒറ്റ നോട്ടത്തിൽ കിട്ടിയില്ലേ? സാധ്യതയില്ലാത്തത് ഏതാണ്? പൊന്നൂസിനും കിട്ടി. അതെ, ഇതെന്താ? ഇത് നിങ്ങൾ നോക്ക്, 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. അപ്പൊ ആൻസർ ഉറപ്പായിട്ടും എന്തായിരിക്കും? 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ 5ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് ഏതാ വരുന്നുള്ളൂ? 62. ബാക്കി ഏത് വേണമെങ്കിലും വരാം ഇല്ലേ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നിർത്താവേ. നോക്ക്, ക്വസ്റ്റ്യൻ ഇതാണേ. -1/25 plus -1/50 -1/20 by 1/0. ആൻസർ എത്രയാണ്? ഇതിന് ഓപ്ഷൻ വേണ്ടാലോ. ചെയ്തിട്ട് നിർത്താം. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. മാത്സിൽ നിന്ന് 1 മാർക്ക് പോലും പോകരുത്.
നിങ്ങൾക്ക് ഇനി ഏത് കോഴ്സ് ഇരുന്നാലും ഇത്രയും പ്രോബ്ലം എന്തായാലും കിട്ടില്ല കേട്ടോ. എല്ലാരും ഓരോ മോഡൽ പ്രോബ്ലമേ മാക്സിമം ചെയ്തു പോത്തുള്ളൂ. ഇല്ലേ? ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് എവിടുന്നും കിട്ടില്ല നിങ്ങൾക്ക്. ഇതെന്ത് കിട്ടി? ഇത് നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചോ, നിങ്ങൾക്ക് 20 മാർക്ക് ഉറപ്പാണ്, അതിലൊരു സംശയം വേണ്ട. പിന്നെ വല്ല ഔട്ട് ഓഫ് സിലബസോ അങ്ങനെ എന്തേലും വന്നാലുള്ള കാര്യമുള്ളൂ. കാരണം ഇത്രയും നാളത്തെ PYQ മൊത്തം ഞാൻ തരുന്നുണ്ട്, ടോപ്പിക് ഫുൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ PYQ നമ്മുടെ സിലബസിൽ ഇല്ലാത്ത PYQ വരെ നമ്മൾ ഉൾപ്പെടുത്തി. ഇതിൽ കൂടുതൽ എന്താ പഠിക്കാനാ? നോക്കാം. -1/25 ആൻസർ എന്ത് വരും? -1/25 എന്ന് പറഞ്ഞാൽ -1 അല്ലേ? ഓക്കെ. -1/50 എത്രയാണ്? ഈവൻ പവർ ആണ്, 1 ആണ്. ഇത് ഓഡ് പവർ, ഇത് ഈവൻ പവർ. പിന്നെന്താ? -1/20 എത്രയാണ്? ഈവൻ പവർ ആണ്. ആൻസർ എന്ത് കിട്ടി? 1 ആണ്. 1ഉം -1ഉം കൂടെ പോയി. എന്ത് കിട്ടി? -1 by 1/0. എന്ത് റൈസ് ടു 0 ആയാലും ആ സംഖ്യ തന്നെ 1 ആണ് അല്ലെ? എന്ത് റൈസ് ടു 0 ആണെങ്കിലും 1 ആണ്. ആൻസർ എന്ത് കിട്ടി? -1. കിട്ടിയോ? നാളെ നമ്മൾ PYQ അല്ല, സൺഡേ നമ്മൾ PYQ അല്ലേ ഡിസ്കസ് ചെയ്യുന്നേ. ഈ PYQന്റെ കൂടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിവിഷൻ കാണും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തില്ലല്ലോ. അപ്പൊ നാളെ നിങ്ങൾ ഇന്ന് ടൈം ആൻഡ് ഡിസ്റ്റൻസ് വൃത്തിക്ക് പഠിക്കാം. പിന്നെ മാക്സിമം എല്ലാവരും 2 മണിയുടെ ക്ലാസ്സിൽ വരാൻ നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.